നമ്മുടെ നിയമപ്രകാരവും ദേവസ്വം മാനുവൽ പ്രകാരം ജസ്റ്റിസ് പരിപൂർണ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ദ ദേവസ്വം കമ്മീഷണർ ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ പോസ്റ്റ്. It is a government appointed administrative position, usually filled by a senior officer from the Kerala Administrative Service, അഥവാ KS, or Indian Administrative Service, അഥവാ IAS, under the provisions of the Act. എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനായിരുന്നു അന്ന് വാസുവിനെ തിരികെ കയറ്റിയത് എന്ന ചോദ്യത്തിന് ഉത്തരവാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു കുരുക്കിലേക്ക് ഇപ്പോൾ CPM എത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഈ സംഘടിത കൊള്ളയിൽ CPM വലിയ കുരുക്കാവുകയാണ്. കട്ടിളപ്പാളി മോഷണക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് N. വാസു എന്നാണ് ഏറ്റവും പ്രകടമായി ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. കൂടുതൽ CPM നേതാക്കളും സംശയത്തിൻ്റെ നിഴലിലാണ് എന്നാണ് സൂചന. വിവരങ്ങളുമായി പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് തയ്യാറാണ്. പ്രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു പിന്നായിട്ട് വാസുവാണ് നിലയുറപ്പിച്ചത്. പക്ഷേ വാസുവിന് ഒറ്റയ്ക്ക് ഇതൊന്നും ആവില്ല എന്നതും നമുക്ക് വ്യക്തമാണ്. വാസു, അതായത് IAS അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സിവിൽ സർവൻറ്റ് വരേണ്ട ഒരു പോസ്റ്റിലേക്ക് വാസുവിനെ തിരികെ കയറ്റിയത് എന്തിനാണ് എന്ന ചോദ്യത്തിനും കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ശബരിമലയിൽ സർവ്വസ്വാതന്ത്ര്യവും CPM കൊടുത്തിരുന്നത് N. വാസുവിനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവിടുത്തെ ഒരു ശക്തി കേന്ദ്രമായി ശബരിമലയിൽ വേണ്ട സർവ്വാധികാരങ്ങളോടുകൂടി വാണ ഒരാളാണ് N. വാസു എന്നുള്ളത്. 2 തവണ ദേവസ്വം കമ്മീഷണറാകുന്നു. ഈ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം 7 മാസങ്ങൾക്കുള്ളിൽ CPMൻ്റെ പല ഘടകങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ദേവസ്വം പ്രസിഡൻ്റായി, ബോർഡ് പ്രസിഡൻ്റായി വരുന്നു. അങ്ങനെ N. വാസു എന്ന് പറയുന്ന ആൾക്ക് ശബരിമലയിലും ദേവസ്വത്തിലുമൊക്കെ CPM വലിയ രീതിയിലുള്ള പിന്തുണ, വലിയ രീതിയിലുള്ള അധികാരമൊക്കെ നൽകിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ CPMന് വേണ്ടി അവിടെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന, കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെയാണ് N. വാസു എന്നുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ സ്വർണ്ണക്കവർച്ച നടന്നതിന് ശേഷം N. വാസു ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നു. പിന്നീട് 7 മാസങ്ങൾക്ക് ശേഷം ദേവസ്വം പ്രസിഡന്റായി തിരിച്ചു വരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തിരിച്ചു വരുമ്പോൾ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഈ പറയുന്ന ഈ കൊള്ളയ്ക്ക് വാസുവിനൊക്കെ കൂട്ടുനിന്ന ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ വീണ്ടും വാസുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് PA ആയി നിയമിക്കുന്നു. അങ്ങനെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും വീണ്ടും കൈകാര്യം ചെയ്യാൻ ഈ ആരോപണ വിധേയരായിരിക്കുന്ന, ഈ കേസിൽ പ്രതികളായിരിക്കുന്ന N. വാസു അടക്കമുള്ളവർക്ക് വീണ്ടും സാധിക്കുന്നൊരവസ്ഥയും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ സ്വർണം കവരാനും അത് മറച്ചു വയ്ക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അധികാരവും വാസുവിന് ശബരിമലയിൽ ഉണ്ടായിരുന്നു. അതിന് CPM കൂട്ടുനിന്നു എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഈ ദിവസം ഓരോന്നായി പുറത്തു വരുന്നത്. കാരണം ഇത്രയും വലിയൊരു സ്വർണ്ണക്കവർച്ച നടത്താൻ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനു പിന്നിൽ വീണ്ടും ഉന്നത ശ്രേണികളിലുള്ള ആളുകളുടെ മൗനാനുവാദമോ കൂട്ട് പിന്തുണയോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന N. വാസുവിലേക്ക് എത്തി നിൽക്കുന്ന അന്വേഷണം, ഈ വെളിപ്പെടുത്തലുകൾ, പുറത്തു വരുന്ന തെളിവുകളൊക്കെ CPM നേതൃത്വത്തെയും അസ്വസ്ഥമാക്കുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന്, CPMൻ്റെ ഉന്നത നേതാക്കളാണ് ഇപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം. ഒന്ന്, സംഘടനാ രംഗത്ത് CPMൻ്റെ പ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്ന, CPMൻ്റെ സംഘടനാ, ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് അടക്കമുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിരുന്ന ജീവനക്കാരാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, ഈ പറയുന്ന സുധീഷ് കുമാർ, പിന്നീട് N. വാസു, പിന്നീട് N. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ എല്ലാവരും CPMൻ്റെ വളരെ ശക്തരായിട്ടുള്ള പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആയിരുന്ന ആളുകളാണ്. സ്വാഭാവികമായും അവരിലേക്ക് അന്വേഷണത്തിൻ്റെ ഈ മുന ചെല്ലുമ്പോൾ അത് CPMനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊക്കെ വലിയ രീതിയിലുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരെല്ലാവരും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ അടുത്തത് അറിയേണ്ടതിന് ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാൻ, അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തണമെന്നുള്ളത് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. അത് കൂടുതൽ പാലിക്കപ്പെട്ടാൽ അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ചോദ്യം മുന്നിലേക്ക് വരുമെന്നതിലും തർക്കമില്ല. അതെല്ലാം CPMനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് CPMൻ്റെ തന്നെ ചില നേതൃയോഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ വാസുവിനെതിരെ അന്ന് പുറപ്പാടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. കാരണം അന്ന് അതിനേക്കാൾ വലിയ രീതിയിൽ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ തീ കോരിയിട്ട വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ അന്ന് നടക്കുകയായിരുന്നു. അതായത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും പുറത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ എല്ലാ ഫോക്കസും മാറിയിരിക്കുന്നു യുവതീ പ്രവേശന കോലാഹലങ്ങളിലേക്ക്. സ്വാഭാവികമായിട്ട് ഈ കാട്ടുകൊള്ളയ്ക്ക് നല്ല അന്തരീക്ഷമായല്ലോ.
അതുതന്നെയാണ് ശ്യാം എല്ലാവരും സംശയിക്കുന്നത്. കാരണം അന്നത്തെ ഈ യുവതീ പ്രവേശന കോലാഹലങ്ങൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയ്ക്ക് വേണ്ടി ആസൂത്രിതമായി പദ്ധതിയിട്ടതാണോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് സർക്കാരിന് വേണ്ടി CPM വേണ്ടി അവരുടെ നയം ശബരിമലയിൽ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനാണ് ഈ ശബരിമല യുവതീ പ്രവേശന സമയത്തൊക്കെ അതിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് N വാസു എന്നുള്ളത്. അന്ന് പോലീസുമായി ചേർന്ന് N വാസു കാട്ടിക്കൂട്ടിയതാണ് അവിടെ പല സംഭവങ്ങളും ഉണ്ടായത് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് ഇത്തരം ഒരു കോലാഹലം അവിടെ ഉണ്ടാക്കിയതിന് പിന്നിൽ ശബരിമലയിൽ ആസൂത്രിതമായൊരു സ്വർണ്ണക്കവർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിന് മറപിടിക്കാനായിരുന്നു എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഈ വലിയ രീതിയിൽ ബലപ്പെട്ട് വരുന്നുണ്ട്. നേരത്തെ ഹൈന്ദവ സംഘടനകളടക്കം ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അന്നത്തെ യുവതീ പ്രവേശന വിവാദത്തിന് ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ശശികല ടീച്ചർ അടക്കമുള്ളവർ വിഷയം ചൂണ്ടിക്കാട്ടിയതുമാണ്. ഈ യുവതീ പ്രവേശന കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് സ്വർണ്ണക്കവർച്ചയ്ക്ക് മറപിടിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. അന്ന് CPM വേണ്ടി ആ നയങ്ങൾ നടപ്പിലാക്കിയ അതേ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായി നിൽക്കുമ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിലേക്കും അറസ്റ്റടക്കമുള്ള നടപടികളിലേക്കും നീങ്ങുമ്പോൾ CPM വീണ്ടും മുഖം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം പാർട്ടിയാണ് അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നുള്ള പൊതുവികാരം പുറത്തുണ്ട്. ആ വികാരം ജനവികാരം മനസ്സിലാക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥൻ തന്നെ സ്വർണ്ണക്കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് പാർട്ടി അറിയാതെയല്ല എന്നുള്ളൊരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം CPM ആ ബോധ്യം തന്നെയാണ് CPM ഏറെ ആശങ്കപ്പെടുത്തുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫോക്കസ് വരുന്നത് ഈ സർക്കാരിൻ്റെ ഒരു അയ്യപ്പ സംഗമ പരിപാടിയിലൂടെയാണ് എന്നുള്ളത് കൂടി ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട്. സർക്കാർ ലക്ഷ്യമിട്ടത് അയ്യപ്പ സംഗമം നടത്തി ശബരിമല ഭക്തരെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തി ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് വോട്ട് തട്ടാൻ എന്നുള്ളൊരു നീക്കം തന്നെയായിരുന്നു. വളരെ സാധാ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിനായിരുന്നു സർക്കാർ ആ നീക്കം നടത്തിയത്. പക്ഷേ അത് പൊളിഞ്ഞു പാളീസായി എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ ഹിന്ദുവിരുദ്ധത പൊതുസമൂഹത്തിൽ കൂടുതൽ അനാവരണം ചെയ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ കാണിക്കുന്ന ഈ ഡബിൾ സ്റ്റാൻഡേർഡ്, ശബരിമലയിലെ ഭക്തരോട് കാണിക്കുന്ന അവഗണന, ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളോട് കാണിക്കുന്ന അവഗണന, അതേസമയം VIP-കൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത്, ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കവർച്ചയുടെ വിശദാംശങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വരുന്നു. പിന്നാലെ ശബരിമലയിലും മറ്റ് ദേവസ്വങ്ങളിലും നടക്കുന്ന കാട്ടുകൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ